അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ഇതിന് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു നൽകുന്ന നിയമങ്ങൾ, ഒന്ന് ഖിസാസിൻ്റെ നിയമമാണ്. കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ വിഷയത്തിൽ ഖിസാസിനെ അള്ളാഹു നിയമമാക്കി. രണ്ടാമത്തത്, നിങ്ങളിൽ ആരെങ്കിലും ധനം വിട്ടേച്ച് പോവുകയാണെങ്കിൽ മരണമാസന്നമാകുന്ന സമയത്ത് നിങ്ങൾ വസിയത്ത് ചെയ്യണം എന്ന നിയമമാണ്. അനന്തര സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കവും പരസ്പര സംഘട്ടനത്തിലും കൊലയിലും ദീർഘകാലത്തെ ശത്രുതയിലുമൊക്കെ കാരണമാകാറുണ്ട്, ശത്രുതയൊക്കെ ഉണ്ടാകാൻ കാരണമാകാറുണ്ട്. അന്യായമായ രീതിയിൽ ധനം അപഹരിക്കപ്പെടാനൊക്കെ അനന്തര സ്വത്ത് കാരണമാകാറുണ്ട്. കൊലയിലെ എന്ന പോലെ തന്നെയാണ്, കൊലയെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെയാണ്. ഒരുപാട് പേരുടെ ധനം അപഹരിക്കപ്പെടാനും നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടാനും അത് കാരണമാകുന്നത് കൊണ്ടാണ് അള്ളാഹു ഖിസാസിനെ നിയമമാക്കിയത്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ. ഖിസാസിൽ നിങ്ങൾക്ക് നീതി, കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ വിഷയത്തിൽ നീതി അല്ലെങ്കിൽ തുല്യത, അത് നിയമമാക്കിയതിലൂടെ നിങ്ങൾക്കതിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞു. അതുവഴി അന്യായമായ രീതിയിൽ നിരപരാധികളായ ആളുകൾ കൊല ചെയ്യപ്പെടുന്നതും അതുപോലെ ധനം അപഹരിക്കപ്പെടുന്നതും ഒക്കെ തടയപ്പെടുന്നുണ്ട്. അനന്തരാവകാശ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അനന്തര സ്വത്തിനെക്കുറിച്ച് വളരെ വിശദമായ നിയമം അള്ളാഹു സൂറ നിസായിൽ നൽകുന്നുണ്ട്. ആ നിർദ്ദേശത്തിന് മുമ്പാണ് ഈ നിയമം നൽകുന്നത്, വസിയത്തിൻ്റെ നിയമം നൽകുന്നത്. ആ വസിയത്ത് ബിൽ മഅറൂഫ് അനുസരിച്ചായിരിക്കണം. എല്ലാവരും അംഗീകരിക്കുന്ന കോമൺ ആയിട്ടുള്ള നന്മ അനുസരിച്ചായിരിക്കണം. അലിഖിതമായ ചില നിയമങ്ങളായിരിക്കും, ചിലപ്പോൾ അത് ലിഖിതമായ നിയമവുമാകാം. ഇത് നേരത്തെ അള്ളാഹു ഖിബിലമാറ്റത്തെ തുടർന്ന് അള്ളാഹു ആദ്യം നൽകിയ നിർദ്ദേശമുണ്ട്. അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ ഹലാലായ ത്വയ്യിബായ കാര്യങ്ങൾ ഭക്ഷിക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും. നാം പ്രൊവൈഡ് ചെയ്യുന്ന, നാം നിങ്ങൾക്ക് റിസ്ക്കായി നൽകുന്ന പരിശുദ്ധമായത് നിങ്ങൾ ഭക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഏതാനും വസ്തുക്കളെക്കുറിച്ച് പറഞ്ഞു. ഇന്നമ ഹറമ അലൈക്കുമുൽ മൈത്തത്ത വദ്ദമ, ശവത്തെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അതേപോലെ തന്നെയാണ് അന്യായമായ രീതിയിൽ സമ്പാദിക്കുന്ന ധനവും നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ പരസ്പരം കണക്റ്റഡാണ്. കൊലയുടെ വിഷയം പറഞ്ഞതിനെ തുടർന്ന് അനന്തരാവകാശ വിഷയം, അനന്തര സ്വത്തിൻ്റെ കാര്യത്തിലുള്ള വസിയത്തിൻ്റെ വിഷയം പറയുന്നതും നേരത്തെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുന്നതുമൊക്കെ ഇങ്ങനെ പരസ്പരം കണക്ഷനുള്ളതാണ്. ഇതിനൊക്കെ ശേഷമാണ് അള്ളാഹു പറയുന്നത്, ഇന്നത്തെ നമ്മുടെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിക്കുന്ന ആളുകളെ, കുത്തിബ അലൈക്കും, നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു, അസ്വിയാമു, സുയാമിനെ നിയമമാക്കിയിരിക്കുന്നു, അഥവാ നോമ്പിനെ, വ്രതത്തെ നിങ്ങൾക്ക് നിയമമാക്കിയിരിക്കുന്നു. സുയാമ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെക്കുറിച്ചാണ് പറയുക. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, സുംതു അൻ കഥ വ കഥ യഅനി കഫഫ്തു അൻഹു. എന്തെങ്കിലും വസ്തുവിനെ ഒഴിവാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനെക്കുറിച്ചാണ് അങ്ങനെ പറയുക. അങ്ങനെ വ്രതത്തെ, നോമ്പിനെ നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നിർബന്ധമാക്കിയതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, അതിൻ്റെ ഒരു പർപ്പസ് എന്താണ്? നിങ്ങൾ തഖ്വയുള്ളവരായി മാറിയേക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞത് യഹൂദർക്കും ക്രൈസ്തവർക്കുമാണ്. യഹൂദർക്ക് നോമ്പ് പല ഒക്കേഷനിലും നോമ്പുണ്ട്, പല കാരണങ്ങളിലാണ് അവർ നോമ്പെടുക്കുന്നത്, പല കാരണമാണ് അവരതിന് പറയാറുള്ളത്. പാപമോചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ ദുഃഖാചരണം ഒരു കാരണമാണ്, നന്ദി പ്രകാശനം മറ്റൊരു കാരണമാണ്. ഇങ്ങനെയുള്ള പല കാരണങ്ങൾക്കാണ് അവർ നോമ്പെടുക്കുന്നത്. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് യൗമ് കിപ്പൂർ, ഒന്നാമത്തെ മാസം, അവരുടെ സിവിൽ മാസത്തിലെ ഒന്നാമത്തെ മാസം. രണ്ട് വ്യത്യസ്ത കലണ്ടർ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. ഒന്ന് അവരുടെ സിവിൽ കലണ്ടറാണ്, മറ്റൊന്നത് മതപരമായ കാര്യങ്ങൾക്കുള്ള കലണ്ടറാണ്. ആ കലണ്ടർ പ്രകാരം 7-ാം മാസത്തിലെ 10-ാം ദിവസം അവർക്ക് നോമ്പുണ്ട്. യൗം കിപ്പൂർ എന്നാണ് പറയുക. യൗം എന്ന് പറഞ്ഞാൽ ദിവസം, കിപ്പൂർ എന്ന് പറഞ്ഞാൽ പാപമോചനമാണ്, കഫാറത്താണ്. അതിനെക്കുറിച്ച് മാത്രമാണ് ബൈബിളിൽ, തോറയിൽ പറയുന്നത്. ലേവ്യ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, 7-ാം മാസം 10-ാം തീയതി പാപപരിഹാര ദിവസമാകുന്നു. അന്ന് നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. നിങ്ങൾ ആത്മതപനം ചെയ്യുകയും
യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയും വേണം എന്ന് അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നിട്ട് നമുക്കതിൽ പറയുന്ന കാണാം, ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബത്ത് ആചരിക്കണം. അന്നത്തെ ദിവസം അവർക്ക് 25 മണിക്കൂർ നോമ്പാണ്. അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. യൗമു കിപ്പൂറാണ്. 25 മണിക്കൂർ നോമ്പാണ്. സൂര്യാസ്തമനത്തോടെ തുടങ്ങുകയാണ് നോമ്പ്. പിന്നെ പിറ്റേ ദിവസം സൂര്യൻ അസ്തമിച്ച് രാത്രി ഇരുട്ടായി കഴിഞ്ഞാലാണ് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. യൗം കിപ്പൂറിലെ നോമ്പിനെക്കുറിച്ച് പറയുന്നത് മോശെ പ്രവാചകൻ്റെ കാലത്ത് കാളക്കുട്ടിയെ ഉണ്ടാക്കിക്കൊണ്ട് ആരാധിച്ച ആളുകൾക്ക് പുറത്തു കൊടുത്ത ദിവസമായതുകൊണ്ടാണ്, പാപമോചനത്തിൻ്റെ ഒരു ദിവസമെന്നുള്ള നിലക്കാണ് ആ ദിവസത്തെ നോമ്പ് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ജൂതന്മാരുടെ ദിവസവും അവരുടെ ഏറ്റവും ഹോളിയായിട്ടുള്ള ദിവസവും അതാണ്, യൗം കിപ്പൂറാണ്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട നോമ്പാണ് തിശബാവ് എന്നവർ പറയുന്നത്. തിശ എന്ന് പറഞ്ഞാൽ തിസ്അയാണ്, 9 ബാവ്, ആവ് മാസത്തിലെ 9-ാമത്തെ ദിവസം അവർക്കൊരു നോമ്പുണ്ട്. അത് ദുഃഖാചരണത്തിൻ്റെ നോമ്പാണ്. അവരുടെ ടെമ്പിൾ ഡിസ്ട്രക്ഷൻ നടന്നത് എന്നാണ്. അതുപോലെ അവർക്ക് പ്രോമിസ് ചെയ്ത ലാൻഡ്, അവർക്ക് 40 വർഷം അവർക്ക് ഭൂമി ലഭിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടാകുന്നതും, അങ്ങനെ തുടങ്ങി അവരുടെ ചരിത്രത്തിൽ വളരെ ദുഃഖകരമായ ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ അവർക്ക് നോമ്പുണ്ട്. അതും 25 മണിക്കൂർ നോമ്പാണ്. ഈ 2 നോമ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പുകൾ. അതിന് പുറമെ ചെറിയ നോമ്പുകൾ കുറേയുണ്ട്. ഈ നോമ്പിലൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉള്ളതാണ്. അന്നപാനീയങ്ങളൊന്നും പാടില്ല എന്ന് മാത്രമല്ല, വെള്ളം കുളിക്കാനോ അതുപോലെ പല്ല് തേക്കാനോ ഒന്നും പാടില്ല, എണ്ണ തേക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല, അങ്ങനെ തുടങ്ങി ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇതിനുണ്ട്. ഒന്നും കഴിക്കാൻ പാടില്ല, 25 മണിക്കൂർ ഒന്നും കഴിക്കാൻ പാടില്ല. ക്രൈസ്തവരെ സംബന്ധിച്ച് അവർക്കും ചില നോമ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് നോമ്പുകൾ കാണാം. 50 നോമ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പ് അവരുടെ 50 നോമ്പാണ്. ചില സഭകളിൽ, പാശ്ചാത്യ സഭകളിലൊക്കെ അത് 40 നോമ്പാണ്. കാരണം യേശു 40 നാൾ നോമ്പെടുത്തതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഈസ്റ്ററിന് തൊട്ടു പിറകിലുള്ള 50 ദിവസങ്ങൾ കണക്കാക്കിയിട്ട് 50 നോമ്പ് നമ്മളെ നാട്ടിലൊക്കെ ഉള്ള സഭകളിൽ കാണാം. പാശ്ചാത്യ സഭകളിൽ 40 നോമ്പാണ്, 50 നോമ്പ് കാണാം. അതിനെയാണ് വലിയ നോമ്പെന്നവർ പറയുന്നത്. ഇംഗ്ലീഷിൽ ലെൻറ്റ് അല്ലെങ്കിൽ ഗ്രേറ്റ് ലെൻറ്റ് എന്നൊക്കെ പറയും. 40 നാളിലെ നോമ്പ് അല്ലെങ്കിൽ 50 നാളിലെ നോമ്പ്, അതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പ്. അത് ഈസ്റ്ററിന് മുമ്പുള്ള 50 ദിവസങ്ങളിലാണ്. അതുപോലെ ക്രിസ്മസിന് മുമ്പ് 1-ാം തീയതി മുതൽ ഡിസംബർ 1 മുതൽ ക്രിസ്മസ് വരെ 25 ദിവസത്തെ നോമ്പുണ്ട്. ചെറിയ നോമ്പെന്നറിയപ്പെടുന്ന നോമ്പ്. അത് യേശുവിൻ്റെ ജനന പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട്, ക്രിസ്മസുമായി ബന്ധപ്പെട്ടുള്ള നോമ്പാണ്. പിന്നെ എല്ലാ ആഴ്ചയും, എല്ലാ വെള്ളിയാഴ്ചയും നോമ്പുണ്ട്. അതുപോലെ ബുധനാഴ്ചയും നോമ്പുണ്ട്. ക്രിസ്ത്യാനികളുടെ ഈ നോയമ്പിൽ മാംസവും മീനും മുട്ടയും പാലും ഇതൊക്കെ മാത്രം ഒഴിവാക്കിയാൽ മതി. ബാക്കി ധാന്യങ്ങളൊക്കെ കഴിക്കാം. അതിൽ ഉപവാസമുണ്ടെങ്കിൽ, നോമ്പ് മാത്രമല്ല, ഇനി ഉപവസിക്കുന്നുണ്ടെങ്കിൽ ഉച്ചവരെ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല. ഉച്ചയ്ക്ക് ശേഷം മാംസവും മീനും മുട്ടയും പാലും ഒഴികെ ബാക്കിയൊക്കെ കഴിക്കാം. ഉച്ചവരെ ഉപവസിക്കുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെയാണ് അവരുടെ നോമ്പിൻ്റെ രീതി. അതാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതിൻ്റെ പർപ്പസാണ് തക്വ ഉണ്ടാകാൻ വേണ്ടിയാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയത്. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട നാളുകളിലാണ് നോമ്പ് നിർബന്ധമാക്കിയത്. ഈ എണ്ണപ്പെട്ട നാളുകൾ പരിശുദ്ധ റമളാനിലെ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് എല്ലാ മാസവും 3 നോമ്പ് നിർബന്ധമാക്കിയിരുന്നു. അതിനെക്കുറിച്ചാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ഇമാം തബരി റഹ്മത്തുള്ളാഹി പറയുന്നു, ഫഖാല ബഅ്ലുഹും അൽ അയ്യാമുൽ മഅദൂദാത്ത് സൗമു 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലുള്ള 3 നോമ്പാണ്. ആ നോമ്പ് നിർബന്ധമായിരുന്നു. വകാന ദാലികല്ലദീ ഫുരിള അലന്നാസ് മിന സിയാമി ഖബ്ല അൻ യുഫ്റള അലൈഹിം ഷഹ്റു റമളാൻ, ഷഹ്റു റമളാൻ ഫർലാക്കപ്പെടുന്നതിന് മുമ്പ്, അതിലെ നോമ്പ് ഫർലാക്കപ്പെടുന്നതിന് മുമ്പ് ഈ നോമ്പ് എല്ലാ ആളുകൾക്കും നിർബന്ധമായിരുന്നു എന്ന് ഒരു അഭിപ്രായമുണ്ട്. വകാന 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹരിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ, അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി, വകാന 3 അയ്യാമി മിൻ കുല്ലി ഷഹർ, ഈ അയ്യാമുൽ മഅദൂദാത്ത് എന്ന് പറയുന്നത് എല്ലാ മാസത്തിലുമുള്ള 3 ദിവസമാണ്.
സുമ്മ നസഹ ദാലിക ബില്ലദി ഉൻസില മിൻ സുയാമി റമലാൻ. പിന്നീട് റമലാൻ മാസത്തിലെ നോമ്പ് വഴി ഇത് നസ്ഖ് ചെയ്യപ്പെട്ടു, അഥവാ അബ്രഗേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. ഈ അയ്യാമുൻ മഅദൂദാത്ത് പറഞ്ഞത്, എണ്ണപ്പെട്ട നാളുകളെന്ന് പറഞ്ഞത് ഓരോ മാസത്തിലെയും നിർബന്ധമാക്കിയ 3 ദിവസത്തെക്കുറിച്ചാണ് എന്നാണ്. അതല്ല, റമലാൻ മാസത്തെക്കുറിച്ച് തന്നെയാണ് എന്ന മറ്റൊരു വ്യാഖ്യാനവുമുണ്ട്. ഇവിടെ പറഞ്ഞത് റമലാൻ മാസത്തിലെ നോമ്പിനെക്കുറിച്ച് തന്നെയാണ്, എണ്ണപ്പെട്ട നാളുകൾ. അള്ളാഹു പറയുന്നു, ഫമൻകാന മിൻകും മരീളൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും രോഗിയാണെങ്കിൽ, അവല സഫരിൻ അല്ലെങ്കിൽ യാത്രയിലാണെങ്കിൽ, ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റ് നാളുകളിൽ അത്രയും എണ്ണം നോമ്പെടുക്കണം. വഅലല്ലദീന യുതീഖൂനഹു, ആർക്കെങ്കിലും ത്വാഖത്തുണ്ടെങ്കിൽ, കഴിവുള്ളവരാണെങ്കിൽ കഴിവുള്ളവർക്ക് ഫിദിയത്തുൻ ത്വആമു മിസ്കീൻ, ഒരു മിസ്കീനിനുള്ള ഭക്ഷണം പ്രായശ്ചിത്തമായിട്ട് നൽകണം. ഇവിടെ കഴിവുള്ള ആളുകൾ എന്ന് പറഞ്ഞത് ത്വാഖത്തുള്ള ആളുകൾ, വഅലല്ലദീന യുതീഖൂനഹു, അതിന് കഴിവുള്ളവർ ഫിദിയ നൽകണം എന്ന് പറഞ്ഞത് ഫിദിയക്ക് കഴിവുള്ളവരാണ്. ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കാൻ കഴിവുള്ളവർ അവന് ഭക്ഷണം കൊടുക്കണം നോമ്പ് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്നതാണ് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം അലല്ലദീന യുതീഖൂനഹു എന്ന് പറഞ്ഞത്, കഴിവുള്ളവർ എന്ന് പറഞ്ഞാൽ പ്രയാസത്തോടെ നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ, കഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പെടുക്കാൻ കഴിയുന്ന ആളുകൾ, അവർ നോമ്പെടുക്കാതെ ഫിദിയ കൊടുത്താൽ മതി. പ്രയാസം അനുഭവിച്ചുകൊണ്ട് നോമ്പെടുക്കുന്ന ആളുകളാണെങ്കിൽ ആ നോമ്പിന് പകരമായിട്ട് അവർ ഫിദിയ കൊടുക്കുക, പ്രായശ്ചിത്തമായിട്ട് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. റമലാൻ മാസത്തിലെ നോമ്പിനെക്കുറിച്ച് തന്നെയാണിത് പറയുന്നത് എന്നും, റമലാൻ മാസത്തിൽ നോമ്പ് ഒഴിവാക്കിയ ആളുകൾ അവർ മറ്റ് ദിവസങ്ങളിൽ നോമ്പെടുക്കണം. ഇനി ഫിദിയക്ക് കഴിവുള്ള ആളുകളാണെങ്കിൽ ഫിദിയ കൊടുത്താൽ മതി, പ്രായശ്ചിത്തമായിട്ട് ഒരു മിസ്കീനിന് ഭക്ഷണം കൊടുത്താൽ മതി എന്നുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫമൻ ത്വതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു, ആരെങ്കിലും വില്ലിംഗ്ലി അഡീഷണലി കൊടുക്കുകയാണെങ്കിൽ, അധികം കൊടുക്കുകയാണെങ്കിൽ, ഒരു മിസ്കീനുള്ള ഭക്ഷണമല്ല അതിൽ അധികരിപ്പിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നന്മ അവനുണ്ട്. വാൻ തസൂമു ഖൈറുല്ലക്കും, നിങ്ങൾ നോമ്പെടുക്കുന്നതാണ് നിങ്ങൾക്ക് ബെറ്റർ. അതായത് നേരത്തെ നൽകിയ നിർദ്ദേശമാണ്, നോമ്പെടുക്കാതെ ഫിദിയ കൊടുക്കാൻ കഴിവുള്ള ആളുകൾ ഫിദിയ കൊടുത്താൽ മതി. പക്ഷേ അള്ളാഹു പറയുന്നു നോമ്പെടുക്കുന്നതാണ് ബെറ്റർ. ഒന്നുകിൽ നോമ്പെടുക്കുക, നോമ്പെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫിദിയ കൊടുക്കുക, ഫിദിയ കൊടുക്കാൻ കഴിവുള്ളവർ. പക്ഷെ അള്ളാഹു പറയുന്നു നോമ്പെടുക്കാൻ കഴിവുള്ളവർ നോമ്പെടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഇൻകുന്തും താലമൂൻ, നിങ്ങൾ ആണെങ്കിൽ. പിന്നെ അള്ളാഹു റമലാൻ മാസത്തെക്കുറിച്ച് പറയുന്നു, ഷഹ്റു റമലാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമലാൻ മാസമാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ഹുദല്ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, ജനങ്ങൾക്കുള്ള സന്മാർഗമായിക്കൊണ്ടും സന്മാർഗത്തിൻ്റെ വിശദാംശമായിക്കൊണ്ടും, വ ബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വിവേചിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഒരു മാനദണ്ഡമായിക്കൊണ്ടുമൊക്കെ ഖുർആനിനെ അവതരിപ്പിച്ച മാസമാകുന്നു റമലാൻ മാസം. ഫമൻ ഷഹിദ മിൻകുമു ഷഹ്റ ഫൽയസും, ആ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതരാവുകയാണെങ്കിൽ അവർ നോമ്പെടുക്കട്ടെ. ഇനി വമൻകാന മരീളൻ ഔവല സഫരിൻ, ആരെങ്കിലും രോഗിയോ യാത്രക്കാരനോ ആണെങ്കിൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, അത്രയും എണ്ണം മറ്റ് നാളുകളിൽ നോമ്പെടുക്കട്ടെ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വല യുരീദു ബിക്കുമുൽ ഉസ്ർ, അള്ളാഹു പ്രയാസം ഉദ്ദേശിക്കുന്നില്ല, അള്ളാഹു എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലി തുക്മിലുൽ ഇദ്ദ, അങ്ങനെ നിങ്ങൾ എണ്ണം പൂർത്തിയാക്കുകയും, വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും, നിങ്ങളെ അള്ളാഹു ഗൈഡ് ചെയ്തതിന്, ഹിദായത്തിലാക്കിയതിന് അവനെ പ്രകീർത്തിക്കുകയും ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ആസ് എ റിസൾട്ട് അങ്ങനെ ചെയ്തുകൊണ്ട്, വല അല്ലക്കും തഷ്കുറുൻ, നിങ്ങൾ ശുക്ർ ചെയ്യുന്ന ആളുകളായേക്കാം, നന്ദിയുള്ളവരായേക്കാം. ഇവിടെ പറഞ്ഞത് ആരെങ്കിലും രോഗിയോ അല്ലെങ്കിൽ യാത്രയിലോ ആണെങ്കിൽ അവർ മറ്റ് ദിവസം നോമ്പെടുക്കണം. നേരത്തെ കൊടുത്ത ഒരു ഇളവ് നേരത്തെ അള്ളാഹു മറ്റ് ദിവസം നോമ്പെടുക്കുകയോ അല്ലെങ്കിൽ ഫിദിയക്ക് കഴിവുള്ളവർ ഫിദിയ കൊടുത്താൽ മതി എന്ന് പറഞ്ഞത് ഇവിടെ ആവർത്തിക്കുന്നില്ല. ഇവിടെ അള്ളാഹു പറഞ്ഞത് മറ്റ് ദിവസം നോമ്പെടുക്കുക തന്നെ ചെയ്യണം, നോമ്പ് ഖലാ വീട്ടണം. യാത്ര കാരണമോ എന്തെങ്കിലും പ്രയാസം കാരണം, യാത്ര കാരണം അല്ലെങ്കിൽ രോഗം കാരണം നോമ്പൊഴിവാക്കുന്ന ആളുകൾ ആ നോമ്പ് വീട്ടണം. അതേസമയം പ്രയാസരഹിതമായ രീതിയിലുള്ള യാത്രയോ പ്രയാസരഹിതമായ രീതിയിലുള്ള രോഗാവസ്ഥയൊക്കെ ആണെങ്കിൽ അവർക്ക് നോമ്പെടുക്കുകയും ചെയ്യാം എന്ന അഭിപ്രായവും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിൽ നോമ്പെടുത്തതായിട്ട് തെളിയിക്കുന്ന ചില ഹദീസുകളൊക്കെയാണ് അതിനവലംബം. ഈ നോമ്പിൻ്റെ വിഷയം പറഞ്ഞതിന് ശേഷം അള്ളാഹു പിന്നെ ഉടനെ പറയുന്നത്, വൈദാ സഅലക ഇബാദി അന്നി,
എൻ്റെ ഇബാദ്, എൻ്റെ അബ്ദുകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ ഏറ്റവും അടുത്തുള്ളവനാണ്, ഞാനാണ് അവർക്ക് ഏറ്റവും ഖരീബ്. ഉജീബു ദഅവത്ത ദാഇ ഇദാ ദആനി, വിളിക്കുന്നവൻ വിളിക്കുമ്പോൾ അവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. വിളിക്കുന്നവൻ്റെ വിളിക്ക്, എപ്പോഴെങ്കിലും വിളിക്കുന്ന ആളല്ല. അദ്ദായി എന്ന് പറഞ്ഞാൽ എപ്പോഴും അള്ളാഹുവിന് ദുആ ചെയ്യുന്ന ആളാണ്. അങ്ങനെ എപ്പോഴും അള്ളാഹുവിന് ദുആ ചെയ്യുന്ന ആൾ ദുആ ചെയ്യുന്ന സമയത്ത് അവൻ്റെ ദുആയിന് ഞാനാണ് ഉത്തരം നൽകുന്നത്, ഞാൻ ഉത്തരം നൽകും. അതുകൊണ്ട് ഫൽ യസ്തജീബൂലി, എനിക്കവർ റെസ്പോണ്ട് ചെയ്യട്ടെ, വൽ യുഅ്മിനൂ ബി, എന്നിലവർ വിശ്വസിക്കട്ടെ, എന്നിലവർ ട്രസ്റ്റ് ചെയ്യട്ടെ, ലഅല്ലഹും യർഷുദൂൻ, അവർ സന്മാർഗം പ്രാപിച്ചേക്കാം. നോമ്പുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സാധനമാണ് അള്ളാഹുമായിട്ടുള്ള ഖുർബ്. അള്ളാഹുവിൻ്റെ ഖുർബാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അവൻ്റെ സാമീപ്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നോമ്പിനെക്കുറിച്ച് പറഞ്ഞ ഉടനെ തന്നെ ഈ ഒരു സംഗതി പറഞ്ഞു, ഞാനാണ് അവർക്ക് ഏറ്റവും ഖരീബ്, ഏറ്റവും അടുത്ത് അള്ളാഹുവാണ്, അള്ളാഹുവിനേക്കാൾ അടുത്ത് വേറെ ആരുമില്ല. അതുകൊണ്ട് വിളിക്കുന്നവരുടെ വിളിക്ക്, ദുആ ചെയ്യുന്നവരുടെ ദുആയിന് അവർ ദുആ ചെയ്യുമ്പോൾ ഞാൻ ഉത്തരം നൽകുന്നു. അതുകൊണ്ട് എൻ്റെ വിളിക്ക് അവർ റെസ്പോണ്ട് ചെയ്യട്ടെ, എൻ്റെ ക്ഷണം അവർ സ്വീകരിക്കട്ടെ, എന്നിലവർ ട്രസ്റ്റ് ചെയ്യട്ടെ. ഇത് പറഞ്ഞിട്ട് വീണ്ടും നോമ്പുമായി ബന്ധപ്പെട്ട കാര്യം പറയാണ്, ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫത്തു ഇലാ നിസായിക്കും. നോമ്പുമായി ബന്ധപ്പെട്ട് നേരത്തെയുള്ള കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ചില കുടുസായ അല്ലെങ്കിൽ പ്രയാസകരമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതവർ സ്വയം അഡോപ്റ്റ് ചെയ്തതാണ്, അങ്ങനെ അവരുടെ ശരീഅത്തിൻ്റെ ഭാഗമായിട്ട് മാറിയതൊക്കെയാണ്. യഹൂദരുടെ നിയമത്തിൽ ഒരുപാട് വളരെ പ്രയാസകരമായ കാര്യങ്ങളാണ് നോമ്പുമായി ബന്ധപ്പെട്ടുള്ളത്. അതാണ് നേരത്തെ പറഞ്ഞത്, നോമ്പിന് കുളിക്കാൻ പാടില്ല, പല്ല് തേക്കാൻ പാടില്ല, അതുപോലെ എണ്ണ തേക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം പാടില്ല, അത് ക്രൈസ്തവർക്കും ഭാര്യാഭർത്തൃ ബന്ധം നോമ്പ് കാലത്ത് പാടില്ല. ഇവിടെ അള്ളാഹു പറയുന്ന ഉഹില്ല ലക്കും ലൈലത്ത സിയാമി, നോമ്പിൻ്റെ രാവുകളിൽ രാത്രികളിൽ നിങ്ങൾക്ക് അനുവദനീയമാക്കപ്പെട്ടിരിക്കുന്നു അവർ റഫത്തു ഇലാ നിസായിക്കും, നിങ്ങളുടെ സ്ത്രീകളുമായിട്ട് ഭാര്യമാരുമായിട്ടുള്ള സംസർഗം, അവരുമായിട്ട് നിങ്ങൾ ഒരുമിച്ച് കിടക്ക പങ്കിടുക എന്നുള്ളത് റഫത്ത് നിങ്ങൾക്ക് ഹലാലാണ്. ഹുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങളുടെ വസ്ത്രമാണ്, വാന്തുൻ ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. വസ്ത്രം എന്നുള്ളത് പ്രൊട്ടക്ഷനാണ്. അതുപോലെ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ലിബാസുൻ യുവാരി സൗആത്തിക്കും വരീഷ, ലിബാസിനെക്കുറിച്ച് ഖദ് അൻസൽന അലൈക്കും ലിബാസൻ യുവാരി സൗആത്തിക്കും വരീഷ എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ നഗ്നത മറക്കുന്നതാണ്, അതുപോലെ നിങ്ങൾക്ക് ഭംഗി നൽകുന്നതും പ്രൊട്ടക്ഷൻ നൽകുന്നതുമാണ് വസ്ത്രം. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഭാര്യമാർ നിങ്ങൾക്കും, അവർ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ അകറ്റപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ നഗ്നത വെളിവാകാനും പിശാചിൻ്റെ സ്വാധീനത്തിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോമ്പ് കാലത്ത് നിങ്ങളെ അകറ്റിക്കഴിയുന്ന ഒരു നിയമം അള്ളാഹു നൽകുന്നില്ല. നിങ്ങൾക്ക് ഒന്നിച്ച് നിൽക്കാം, റഫത്ത് ഒന്നിച്ച് നിങ്ങൾക്ക് നിൽക്കാമെന്നുള്ളതാണ് അള്ളാഹു നൽകുന്ന ഹലാലാക്കിയ ഒരു കാര്യം. അള്ളാഹു പറയുന്നു, അലിമല്ലാഹു അന്നക്കും കുന്തും തഖ്താനൂൻ അംഫുസക്കും ഫതാബ അലൈക്കും വഅഫ അൻകും. അള്ളാഹു അറിയുന്നു നിങ്ങളോട് തന്നെ തഖ്താനൂൻ അംഫുസക്കും, നിങ്ങളോട് തന്നെ ചതി ചെയ്യുകയാണ്, നിങ്ങളുടെ നഫ്സിനെ തന്നെ ഒരർത്ഥത്തിൽ വഞ്ചിക്കുകയാണ്. നിങ്ങൾ സ്വയം പ്രയാസം അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ തന്നെ, നിങ്ങളുടെ ആത്മാവിനെ തന്നെ അല്ലെങ്കിൽ നഫ്സിനെ തന്നെ വഞ്ചിച്ച് വഞ്ചനയിൽ അകപ്പെടുകയാണ് എന്ന് അള്ളാഹുവിനറിയാം, അള്ളാഹു അറിയുന്നു. അതായത് അള്ളാഹു ഇത്തരത്തിൽ ഹറാമാക്കിയിട്ടൊന്നും ഇല്ലെങ്കിലും നേരത്തെയുള്ള രീതി അവലംബിച്ചുകൊണ്ട് ഭാര്യാഭർത്തൃബന്ധം ഒഴിവാക്കിക്കൊണ്ടൊക്കെ നോമ്പിൻ്റെ രാത്രികൾ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ കഴിയുന്നത് അള്ളാഹുവിനറിയുന്നു. അതുകൊണ്ട് ഫതാബ അലൈക്കും, അവൻ നിങ്ങളിലേക്ക് മടങ്ങിയാണ്, നിങ്ങളുടെ തൗബ അവൻ സ്വീകരിച്ചതാണ്. വഅഫ അൻകും, നിങ്ങൾക്ക് അവൻ വിട്ടു തന്നതാണ്. ഫൽ ആന ബാഷിറുഹുന്ന, ഇനി നിങ്ങൾ അവരുമായിട്ട് സംസർഗത്തിലേർപ്പെടാം, അവരുമായിട്ട് ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാം. വബ്തഗൂ മാ കതബല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് എന്താണോ വിധിച്ചത് അതിനെ നിങ്ങൾക്ക് തേടാം. അഥവാ കതബല്ലാഹു ലക്കും കൊണ്ട് ഉദ്ദേശിച്ചത് സന്താനങ്ങളാണ് എന്നതാണ് പൊതുവെയുള്ള വ്യാഖ്യാനം. അള്ളാഹു നിങ്ങൾക്ക് സന്താനങ്ങളെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ സന്താനങ്ങളെ തേടാം, അഥവാ നിങ്ങൾ ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടാം, അതൊന്നും കുഴപ്പമില്ല. വകുലു വഷ്റബു ഹത്ത യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദ്, ഒരു കറുത്ത നൂല് വെള്ള നൂലിൽ നിന്ന് വേർപ്പെടുന്നത് വരെ നിങ്ങൾക്ക് തിന്നുകയും കുടിക്കുകയും ചെയ്യാം. മിനൽ ഫജ്ർ, അഥവാ ഫജ്റിൻ്റെ
കറുത്ത നൂല്, ഫജറിൻ്റെ വെള്ള നൂല് കറുത്ത നൂലിൽ നിന്ന് വേർപ്പെടുന്നത് വരെ, പ്രഭാതമാകുന്നത് വരെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുവരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. സുമ്മ അതിമു സുയാമ, പിന്നെ നിങ്ങൾക്ക് നോമ്പ് പൂർത്തിയാക്കുക, പിന്നെ നിങ്ങൾ നോമ്പ് പൂർത്തിയാക്കണം. ഇലല്ലയിൽ, രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കണം. ഇതാണ് അള്ളാഹു നൽകുന്ന നിർദ്ദേശം. എന്നാൽ നമുക്ക് യഹൂദരുടെ കാര്യത്തിലും ക്രൈസ്തവരുടെ കാര്യത്തിലൊക്കെ നമുക്കറിയാം. യഹൂദരുടെ കാര്യത്തിലാണെങ്കിൽ സൂര്യാസ്തമനത്തിന് ശേഷം പിന്നെ ഒന്നും കഴിക്കാൻ പാടില്ല. അറബികളും അല്ലെങ്കിൽ ആദ്യകാലത്ത് സ്വഹാബികളും ഉറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം കഴിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ അവർക്ക് നോമ്പാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ഫസുല മാബൈന സുയാമിന വ സുയാമി അഹിലുൽ കിതാബി അഖിലത്തു സഹർ. സഹറാണ് അഥവാ സഹരിയാണ് അഖിലത്തു സഹരി. അതായത് പ്രഭാതത്തിൽ രാവിലെ കഴിക്കുന്ന അത്താഴമാണ് നമ്മുടെ നോമ്പും അഹ്ലു കിതാബിൻ്റെ നോമ്പിനെയും വേർതിരിക്കുന്നത്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ വന്നതാണ്. അതുകൊണ്ട് അത്താഴം ഒരു സുന്നത്താക്കി മാറ്റി. അതാണ് അള്ളാഹു പറയുന്നത്, ഫജ്ർ വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, എന്നിട്ട് രാത്രി വരെ നോമ്പ് പൂർത്തിയാക്കുക. വലാ തുബാഷിറൂഹുന്ന വാന്തും ആക്കിഫൂന ഫിൽ മസാജിദ്. മസ്ജിദുകളിൽ നിങ്ങൾ എത്തിക്കാഫ്, അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ആരാധനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് എത്തിക്കാഫ് അനുഷ്ഠിക്കുന്ന സമയത്ത്, ആ സമയത്ത് നിങ്ങൾ വളരെ അത്യാവശ്യമായ കാര്യത്തിന് മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ. ആ സമയത്ത് അള്ളാഹു പറയുന്നു, വലാ തുബാഷിറുഹുന്ന, നിങ്ങൾ ഭാര്യമാരുമായിട്ട് അവരുമായിട്ട് നിങ്ങളുടെ സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല, അവരുമായിട്ട് യുനൈറ്റ് ചെയ്യാൻ പാടില്ല. വാന്തു മാക്കിഫൂന ഫിൽ മസാജിദ്, മസ്ജിദിൽ എത്തിക്കാഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു പോയിട്ട് രാത്രികാലത്ത് ഭാര്യമാരുമായിട്ട് യുനൈറ്റ് ചെയ്യാൻ പാടില്ല. തിൽക ഹുദൂദുള്ള, അത് അള്ളാഹുവിൻ്റെ പരിധിയാണ്. ഫലാ തഖ്റബുഹ, ആ പരിധി ലംഘിക്കരുത്, ആ പരിധിയിലേക്ക് കടക്കരുത്. അത് അതിർവരമ്പാണ്, അത് അതിലംഘിക്കാൻ ഇടവരരുത്. കദാലിക യുബയ്യിനുല്ലാഹു ആയാത്തി, ഇപ്രകാരം അള്ളാഹു അവൻ്റെ ആയത്തുകളെ നിങ്ങൾക്ക് വിശദീകരിച്ചു തരുന്നു, നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. ലിന്നാസി, ജനങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നു. ലഅല്ലഹും യത്തഖൂൻ, അവർ തഖ്വയുള്ളവരായി മാറിയേക്കാം. അവർക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയിട്ട്, സൂക്ഷിക്കുവാനായിട്ട്, അവരുടെ സൂക്ഷ്മത പുലർത്താൻ വേണ്ടി അള്ളാഹു ഇത്തരത്തിൽ അവൻ്റെ ആയത്തുകളെ, നിയമങ്ങളെയൊക്കെ വിശദമാക്കിയിട്ട് പറഞ്ഞു തരുന്നു. ഇതിനുശേഷം അള്ളാഹു പരസ്പരം അന്യായമായ രീതിയിൽ ധനം അപഹരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് പിന്നെയും പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.